ചുവന്ന തുണി കണ്ടാൽ കാള പ്രകോപിതനാകുമെന്ന് പറയാറുണ്ട്. ചുവപ്പുനിറം കാണുമ്പോൾ കാള നിയന്ത്രണം വിട്ട് ആക്രമിക്കാൻ ഓടിയടുക്കുമെന്നാണ് വിശ്വാസം. ഈ ധാരണ ശരിയാണോ എന്ന് പരിശോധിക്കാൻ ടോറി ഒരു ചുവന്ന വസ്ത്രം ധരിച്ച് കാളയെ നേരിടാൻ തീരുമാനിച്ചു. എന്നാൽ തന്റെ ജീവൻ അപകടത്തിലാക്കുന്നതിനു മുമ്പ് അവർക്ക് നിയന്ത്രിതമായ ഒരു പരീക്ഷണം ആവശ്യമായിരുന്നു. ഗ്രാൻഡ് അരീനയ്ക്ക് കുറുകെ ഒരു സ്റ്റീൽ കേബിൾ വലിച്ച് അതിലൊരു ചുവന്ന തുണി തൂക്കിയിട്ടു. ശേഷം അവർ കാളയെ തുറന്നുവിട്ടു. ചുവന്ന തുണി കണ്ട നിമിഷം തന്നെ കാള അതിനു നേരെ കുതിക്കുകയും അതിലിടിക്കുകയും ചെയ്തു. രണ്ടാമത്തെ പരീക്ഷണത്തിനായി അവർ ചുവപ്പിനു പകരം നീല തുണി ഉപയോഗിച്ചു. ഫലം സമാനമായിരുന്നു. കാള പുറത്തിറങ്ങിയ ഉടൻ തന്നെ നീല തുണിയെ ആക്രമിച്ചു. അടുത്തതായി അവർ വെളുത്ത തുണി പരീക്ഷിച്ചു. ഫലം അതുതന്നെയായിരുന്നു. നിറത്തോടല്ല കാള പ്രതികരിക്കുന്നതെന്ന് അതോടെ വ്യക്തമായി. ചലിക്കുന്നതോ ആടുന്നതോ ആയ എന്തിനോടും കാള പ്രതികരിക്കുന്നുണ്ടെന്ന് തോന്നി. അടുത്തതായി അവർ 3 നിറങ്ങളും ഒരേ സമയം പ്രദർശിപ്പിച്ചു. കാള ഒട്ടും മടിക്കാതെ എല്ലാ തുണികളെയും ആക്രമിച്ചു. അതിനാൽ ഇത് ചുവപ്പോ നീലയോ വെളുപ്പോ ആയിരുന്നില്ല പ്രശ്നം, ചലനമാണ് കാളയെ പ്രകോപിപ്പിച്ചത്. ഇതുറപ്പാക്കാൻ ഗ്രാൻഡ് ഒരു റിമോട്ട് കൺട്രോൾ സംവിധാനം ഉപയോഗിച്ച് തുണി ചലിപ്പിച്ചു. ഉടൻ തന്നെ കാള ചലിക്കുന്ന നീല തുണിയെ ലക്ഷ്യം വയ്ക്കുകയും അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. നിറമല്ല, മറിച്ച് ചലനമാണ് അതിന്റെ ആക്രമണ സ്വഭാവത്തെ ഉണർത്തുന്നതെന്ന് ഇത് തെളിയിച്ചു. അവസാനമായി പരീക്ഷിക്കാനുണ്ടായിരുന്നത് ചുവന്ന വസ്ത്രം ധരിച്ച ഒരാൾ കാളയെ പ്രകോപിപ്പിക്കുമോ എന്നതായിരുന്നു. ടോറി ചുവന്ന വസ്ത്രം ധരിച്ച് അരീനയുടെ മധ്യത്തിൽ നിശ്ചലനായി നിന്നു. ഈ സമയം കാളയുടെ ശ്രദ്ധ തിരിക്കാനായി 2 കാളപ്പോരാളികൾ ടോറിക്ക് ചുറ്റും ഓടി. കുപിതനായ കാളയെ തുറന്നുവിട്ടപ്പോൾ അത് ഓടിക്കൊണ്ടിരുന്ന കാളപ്പോരാളികൾക്ക് നേരെ പോയി. നിശ്ചലനായി നിന്ന ടോറിയെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്തു.